സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ നേതൃതലത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്. കഴിഞ്ഞൊരു 5 വർഷമായി സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ കെ സുരേന്ദ്രനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലെ കാലം BJP കേരള ഘടകത്തെ സംബന്ധിച്ചും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെയധികം സംഭവബഹുലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് കാലപരിധിക്കുള്ളിലുണ്ടായി. അതേസമയം BJP അവരുടെ ഏറ്റവും രാഷ്ട്രീയമായി കേരളത്തെ സംബന്ധിച്ച് BJPയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രകടനം അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്നു. പകരം വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ശശി തരൂരിനോട് ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ഏതാണ്ട് ഒരു 16,000 ചില്ലറ വോട്ടിന് മാത്രം പരാജയപ്പെടുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി രാജ്യസഭയിലേക്ക് JDS ദേവഗൗഡയുടെ ജനതാദളിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്രനായി രാജ്യസഭയിലേക്ക് എത്തിയ ആളാണ് അദ്ദേഹം പിന്നീടാണ് BJPയുടെ ഭാഗമായി മാറുന്നത്. പിൽക്കാലത്ത് 2021 അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി. അങ്ങനെ പക്ഷേ താഴെത്തട്ടിൽ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ BJP അംഗമല്ലാതെ BJP സംസ്ഥാന പ്രസിഡന്റായി എന്ന ആക്ഷേപം നേരിടേണ്ടി വരുന്ന കുമ്മനം രാജശേഖരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഒരുപക്ഷെ BJP കേരള ഘടകത്തിൽ വലിയ തോതിൽ പ്രവർത്തനം കാഴ്ചവെക്കാതെ ആ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ BJP സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഇതെങ്ങനെ മാനേജ് ചെയ്യും, താഴെ തലത്തിലുള്ള പ്രവർത്തന പാരമ്പര്യമില്ലാതെ അദ്ദേഹം ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു വ്യാഖ്യാനം ഒരു വശത്തുണ്ട്. മറ്റൊരു വശത്ത് അദ്ദേഹം വളരെ ടെക് ഫ്രണ്ട്ലിയാണ്. പുതിയ കാലത്തെ തന്ത്രങ്ങളുമായിട്ട് വളരെയധികം എളുപ്പത്തിൽ മർജ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരാളാണ്. അതുപോലെ പുതിയ തലമുറയുടെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടെ മികച്ച രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് വിലയിരുത്തുന്നുണ്ട്. ഓൾട്ടുവർ നമ്മൾ നോക്കുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഒരു ഡിസ്കഷൻ പോയിന്റായി മാറുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ച് പോസിറ്റീവ് അല്ലേ? രാജീവ്, എനിക്ക് മുഖവരയായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഒരു ഡിസ്ക്ലൈമർ ആണ്. അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിന്റെ, അതായത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റോറിയൽ എഡിറ്ററായിട്ട് 7 വർഷം ചെലവഴിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് വ്യക്തിപരമായും പ്രൊഫഷണലായും അദ്ദേഹമായിട്ട് നല്ല ബന്ധം, സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ്. അവസാനം വരെയെങ്കിലും ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം പക്ഷേ തീർച്ചയായിട്ടും അത് സ്വാധീനം, ആ വ്യക്തിപരമായ ബന്ധത്തിന്റെ, അതായത് അതൊരു അതിര് കടന്ന സ്വാധീനം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അഭിപ്രായം പറയുന്നതിന് മുമ്പ് അത് പിന്നെ കാഴ്ചക്കാർക്ക്, പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ അധ്യക്ഷ പദവിയിലേക്കുള്ള പ്രവേശനം വാസ്തവത്തിൽ ഈ BJPക്ക് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി രാജീവ് പറഞ്ഞ പോലെ തന്നെ അത് വളരെ സംശയമില്ലാത്ത കാര്യമാണ്. പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ പോലെ BJPയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയ സ്വാധീനം സാമാന്യം നന്നായി വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. അതായത് ഒരു 5% 2019 അത് 20%-ത്തിലേക്ക് അടുത്തേക്കെങ്കിലും ലോക്സഭയിൽ എത്തിയിരിക്കുന്നു. ഒരു 8-10 നിയമസഭ മണ്ഡലങ്ങളിൽ അവര് മുന്നിൽ വന്നിരിക്കുന്നു. ഇങ്ങനെ പല, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നില വെച്ച് നോക്കുമ്പോൾ ആ നിയമസഭകളിൽ, മണ്ഡലങ്ങളിൽ പലതിലും അവർ മുന്നിലാണ്. ഇതൊക്കെയുള്ള ഒരു സമയത്ത് വാസ്തവത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്ത അതിന്റെ മുന്നോട്ടുള്ള പോക്കിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള, വളരെ ഏതാണ്ട് അവർക്കെങ്കിലും അനുകൂലമാണെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ ഭാരം അല്ലെങ്കിൽ പ്രതിബന്ധം ആയിട്ട് നിന്നത് വാസ്തവത്തിൽ ഇവരുടെ തീരെ കാര്യക്ഷമത ഇല്ലാത്ത ഒരു നേതൃത്വത്തിന്റെ
നേതൃത്വമായിരുന്നു അവരുടെ ഏറ്റവും വലിയ തടസ്സം അല്ലെങ്കിൽ ഭാരം എന്നുള്ളതിനെ പറ്റി ഒരു സംശയമൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ഒരർത്ഥത്തിലും ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയാത്തവരാണ് എന്റെ ഏറ്റവും മുൻനിരയിലുള്ള എല്ലാ നേതാക്കളും എന്നുള്ളതിനെ പറ്റി സംശയമില്ല. രാഷ്ട്രീയമായി തന്നെ അവർക്ക് താരതമ്യേന രാഷ്ട്രീയ രംഗത്ത് അവർ പുതുതായിട്ട് വന്നവരായതുകൊണ്ടുള്ള രാഷ്ട്രീയ തഴക്കക്കുറവുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു നിലയിൽ അവർക്ക് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനാവുകയോ അവരേതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളിലെങ്കിലും അവരുടെ സിദ്ധിയോ അവരുടെ പ്രകടനമോ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അത് മെച്ചമാണെന്ന് പ്രൂവ് ചെയ്യാനോ ഒന്നും കഴിയാത്ത കാര്യപ്രാപ്തി ഇല്ലാത്ത കെടുകാര്യസ്ഥതയുടെ ഭാഗമായ അതോടൊപ്പം അടുത്ത തരത്തിലുള്ള ഗ്രൂപ്പിസത്തിന്റെയും ഭാഗമായ അതിനൊക്കെ പുറമെ സമീപകാലത്തുണ്ടായ അഴിമതി ആരോപണങ്ങൾ. അപ്പൊ എങ്ങനെ നോക്കിയാലും എല്ലാ നേതാക്കന്മാർക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ടും നെഗറ്റിവിറ്റീസ് മാത്രമുണ്ടായിരുന്ന ഒരു നേതൃത്വം. ഈ ഒരു നേതൃത്വത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവർ ഇത്രയും മുന്നോട്ട് വന്നു എന്നുള്ളത് BJPക്കും അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ഇന്ത്യയിൽ പലയിടത്തും ലഭിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും വളർച്ചയുടെയും ഒക്കെ ലക്ഷണമായിട്ട്. അപ്പൊ ഇവിടെയുള്ള നേതൃത്വത്തിന്റെ ഫലമായിട്ടല്ല ഈ നേതൃത്വം ഉണ്ടായിട്ടും ഉണ്ടായ ഒരു വളർച്ചയാണ് BJPക്ക് ഉണ്ടായത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇനി ഇവിടെ ഒരു നേതാവിനെ പോലും പരീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വസ്തുത BJPക്ക് സംബന്ധിച്ചിടത്തോളം കുറച്ചു നാളായിട്ട് തന്നെ അതിന്റെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇനിയും ഒരു സാധ്യതയില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനി ഒരേ ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും മറ്റൊരു പ്രതിച്ഛായയുള്ള ഈ പ്രശ്നങ്ങളിലൊന്നും ഇതുവരെയെങ്കിലും ഒരു മുഖത്തിനെ പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പുറമെ അദ്ദേഹം കഴിഞ്ഞ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ സാമാന്യം ഒരുപക്ഷെ വിജയത്തിന് അടുത്ത് വരെ എത്തുന്ന തരത്തിലുള്ള പ്രകടനവും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ പുറത്തുനിന്ന് അത് പ്രധാനമായിട്ടും BJP നേതൃദാരിദ്ര്യത്തിന്റെയോ നേതൃത്വത്തിന്റെ ഒരു ഗതികേടിന്റെയോ ഒരു ഫലമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖർ. ഏതൊരു സംഘടനയും എന്താ പറയാ വളരെ സംയുക്തികമായിട്ടുള്ള ഒരു നീക്കമാണ്. കാരണം ഇവിടെ ചോയ്സ് ഒന്നുമില്ല. തീർച്ചയായിട്ടും മലയാളിയാണ്. BJPയുടെ പല രീതിയിലുള്ള ഇവർക്കില്ലാത്ത പല പ്ലസുകളുമുണ്ട്, ഇവർക്കുള്ള പല നെഗറ്റീവ്സും ഇപ്പോഴെങ്കിലും ഇല്ലാത്ത തരത്തിൽ BJP നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയാ വളരെ സുചിന്തിതമായിട്ടുള്ള ഒരു നീക്കമാണ് ആയിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഫലം ഇനി അത് മറ്റൊരു ചർച്ച. റൈറ്റ്. ഇത് പറയുമ്പോഴേ ഇപ്പൊ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ BJP അവരുടെ സംസ്ഥാന ലീഡർഷിപ്പിനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ജനബന്ധമുള്ള ഇപ്പോൾ RSS ലീഡർഷിപ്പിൽ നിന്നൊക്കെ ആളുകൾ BJP ലീഡർഷിപ്പിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് സംബന്ധിച്ച് കഴിഞ്ഞ ടേമിൽ, അതായത് സുരേന്ദ്രൻ വരുന്നതിന് മുമ്പ് ചർച്ചകൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് RSS ലീഡർഷിപ്പിൽ നിന്ന് മലയാളിയായ ഒരാൾ ഇതാ വരാൻ പോകുന്നു എന്നുള്ള മട്ടിലൊക്കെയുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിൽ കുറെ കൂടെ ഈ സംവിധാനത്തിനുള്ളിൽ ജനങ്ങൾക്കിടയിലും സംഘപരിവാർ സംവിധാനത്തിനുള്ളിലും ഒക്കെ പ്രവർത്തിച്ച ശീലമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ പോലൊരു ലീഡർ വരുമ്പോൾ, സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വീകാര്യത ഉണ്ടാവുക എന്നുള്ളത് അത്ര അപ്രതീക്ഷിതമല്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ ഒരു പാർട്ടി ഓർഗനൈസേഷൻ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത്. അവിടേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പാർട്ടി സംഘടനയ്ക്കുള്ളിൽ BJPയെ സംബന്ധിച്ചുള്ള ഒരു കേഡർ പാർട്ടിയായ BJPയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഹിന്ദുത്വ വോട്ടിന് വലിയ പിളർപ്പുകളോ അല്ലെങ്കിൽ അത് രീതിയിൽ ചെറിയ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം നേതാക്കന്മാരുടെ ക്യാമ്പുകൾ വ്യത്യസ്തമാണെങ്കിലും പരസ്പര ശത്രുതയിലാണെങ്കിൽ പോലും BJP വോട്ടിൽ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യം സംഘടനയ്ക്കുള്ളിലുള്ള കൺസോൾട്ടേഷൻ അല്ല, സംഘടനയ്ക്ക് പുറത്ത് BJPയുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറത്ത് വോട്ടുകൾ നേടുക, വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികവും ഇപ്പോൾ ഏറ്റവും പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനെ സഹായിക്കാൻ ഇതുവരെയുള്ള എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. എല്ലാ നേതാക്കന്മാരും, രാജഗോപാൽ ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള കുമ്മനം രാജശേഖരൻ മുതൽ താഴോട്ട് വരികയാണെങ്കിൽ എല്ലാ നേതാക്കന്മാർക്കും ഇവർക്ക് ആർക്കും അങ്ങനെ തരത്തിലുള്ള BJPക്ക് അപ്പുറത്ത് വോട്ട് ആകർഷിക്കാനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് വോട്ട് ആകർഷിക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.
അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പ്രത്യേക ചില സവിശേഷമായിട്ടുള്ള ചില പ്രതിച്ഛായകളുണ്ട്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണെന്നുള്ളത് അദ്ദേഹം മറ്റു പല നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പല ഘടകങ്ങളും അതൊക്കെയാണ് തിരുവനന്തപുരത്ത് ഫലിച്ചത്. ഏറെക്കുറെ ഏതാണ്ട് വിജയത്തിന്റെ അടുത്ത് വരെ എത്തിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 എന്താ പറയാ പ്ലസ്റ്റുകളെല്ലാം സമാഹരിക്കാൻ ഒരുപക്ഷെ സംഘടനയ്ക്ക് പുറത്ത് ഒരു സാധ്യത തേടാൻ ഒരുപക്ഷെ BJPക്ക് ഇപ്പോഴുള്ള അവരുടെ ചോയ്സിൽ ഇദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. RSS നിന്നും വരുന്നവർക്കൊന്നും അവരുടെ സംഘടനയ്ക്കുള്ളിലല്ലാതെ കേരളത്തിലെ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ അറിയപ്പെടുന്ന പേരോ ഒന്നുമില്ലാത്തവരാണ്. അവർക്ക് സംഘടനയ്ക്കുള്ളിൽ പ്രധാനികളാവാം, പക്ഷെ ഒന്നുമില്ല. നേരെ മറിച്ച് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ടെലിവിഷൻ ചാനലിന്റെ ഉടമസ്ഥനാണ് ആയ രീതിയിൽ മറ്റു പല ഘടകങ്ങളും അതെല്ലാം തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ച് പ്രൂവ് ചെയ്തു. മറ്റാർക്കും കഴിയാത്ത രീതിയിൽ ഇപ്പൊ കുമ്മനം രാജശേഖരനൊന്നും കഴിയാത്ത രീതിയിലേക്ക് കുമ്മനം രാജശേഖരൻ ഒരുപക്ഷെ BJPയുടെ കേരളത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു 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 ഫേസ് ആയിരുന്നു. പക്ഷെ നമുക്കറിയാം എന്താ അദ്ദേഹം സംഭവിച്ചത്. അതേസമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞു എന്നുള്ളത് BJPയുടെ ഈ റോഡ് മാപ്പിൽ അവരുടെ മുൻപോട്ടുള്ള ഒരു ഒരു പദ്ധതിയിൽ ഒരുപക്ഷെ ഏറ്റവും സഹായകമാകും എന്നവർ കരുതുന്നതാണ്. അതൊരു ഒബ്ജക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ തീരുമാനം അവരൊക്കെ ഒരു വലിയ പരിധിവരെ സഹായകമാകും. ഒരു പരിധിവരെ അതിന്റെ ചില ബുദ്ധിമുട്ടുകളും ദൗർബല്യങ്ങളും നെഗറ്റീവ്സും വേറെയുണ്ട്. പക്ഷെ ഇത്രയും പോസിറ്റീവ്സ് മുമ്പിലുള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ രാജീവ് ചന്ദ്രശേഖരനെ സഹായിച്ചിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പലതരത്തിലുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസ് ഉള്ള ആ ഗ്രൂപ്പുകൾ തമ്മിൽ ശക്തമായ പോരുള്ള ഒരു ഘടകമാണ് കേരളത്തിലെ BJP ഘടകം എന്നുള്ളതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അത് ഉണ്ടാക്കിയ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ശക്തമായ ആ BJP ഘടകത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റുക എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാൾക്ക് എത്രത്തോളം സാധ്യമാകുന്നൊരു കാര്യമാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ഇതൊരു പാർട്ടി സംഘടനയെ കൊണ്ടുനടക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ ടാസ്ക് അല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു പക്ഷേ നിലവിലുള്ള ലീഡർഷിപ്പിലെ പല ആളുകളുമായിട്ടും അദ്ദേഹത്തിന് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മുഷിഞ്ഞ് പെരുമാറേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില ആളുകളെ മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ലീഡർഷിപ്പിലേക്ക് പുതിയൊരു നേതൃനിരയെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെയുള്ളൊരു ഫ്രീഡം ഉണ്ടാവും. ആ ഫ്രീഡത്തോടു കൂടിയാണ് ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ കരുതണോ? തീർച്ചയായിട്ടും അതായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള പരമ്പരാഗതമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് പുറത്ത് അവരെ പൂർണ്ണമായിട്ടും കൺസോൾട്ടേറ്റ് ചെയ്യും. അതിനപ്പുറത്ത് പുതിയ വോട്ടുകൾ തേടാനും ഒക്കെയുള്ള ഒരു 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 അഴിവോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയോ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യത്തെ വെല്ലുവിളി രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹം ഈ രാഷ്ട്രീയ സംഘടനയ്ക്കുള്ളിലെ കാര്യങ്ങളൊന്നും പഠിച്ച് വളർന്ന ഒരാളല്ല. അദ്ദേഹം ഈ രാജ്യസഭയിലേക്കും ഒക്കെ വന്നത് ഈ മുകളിൽ നിന്ന് താഴോട്ട് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സൈറ്റ് ആയിട്ടുള്ള ഈ പാർട്ടി സംഘടന എന്നുള്ളതിൽ അത് ജാതിയുണ്ട്, മതമുണ്ട്, പ്രദേശമുണ്ട്, അതില് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എന്ന പോലെ ഈ തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ വാസ്തവത്തിൽ അഭിമുഖീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് ഈ സംഘടനയെ നയിച്ചോ സംഘടനയെ ഭരിച്ചോ അനുഭവമുള്ള ആളല്ല. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് അടിസ്ഥാനപരമായി അദ്ദേഹം ഒന്നുകിൽ ഒരു ടെക്നോക്രാറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലീഡറാണ്. ഇത് രണ്ടിന്റെയും ആ ഒരു എന്താ പറയാ ആ കളിക്കളമേ അല്ല ഈ സംഘടനയ്ക്കുള്ളിലുള്ളത്. അപ്പൊ അവിടെ അത് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. ഓൾറെഡി ഇപ്പോൾ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നഹരിതമായിട്ടുള്ള ഒരു സംഘടനയാണ്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു പക്ഷെ മറ്റാർക്കെങ്കിലും കഴിയുന്നതിനപ്പുറത്ത് ഒരു ശ്രമം നടത്താനുള്ള കഴിയുന്നത് എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പുകളുമായിട്ടും ഈ ഇവിടുത്തെയുള്ള ചേരികളുമായിട്ടൊന്നും പ്രത്യക്ഷമായ അല്ലെങ്കിൽ വളരെ ഉറച്ച തരത്തിലുള്ള ബന്ധമൊന്നുമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളെ ഏറെക്കുറെ ഒബ്ജക്റ്റീവായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഫസ്റ്റ് സ്റ്റെപ്പ് അദ്ദേഹത്തിന് അനുകൂലമാണ്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഉയർന്നു വരുന്ന പുതിയ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അധികാരത്തിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ പുതിയ അധികാരത്തിലേക്ക് പുതിയ വ്യക്തികൾ വന്നേക്കാം. ആ വ്യക്തികൾ കേരളം നമുക്കറിയാവുന്നതാണ്, ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ജാതി മത ഘടന മതമില്ല BJPക്ക്.
ഒരു മതം മാത്രമേ ഉള്ളൂ അവിടെ. ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ ലിംഗപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സംഘവുമായിട്ടോ ഒരു വിഭാഗവുമായിട്ടോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നേതാക്കളെക്കാട്ടിലും ഒരു പരിധി വരെ ഇദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റിയുടെ എലമെന്റ് വാസ്തവത്തിലോ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതൊരു വളരെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാവും ആ സംഘടനയ്ക്കുള്ളിലുള്ള പ്രവർത്തനം. അദ്ദേഹത്തിന് ഈ കേരള മലയാളിയാണെന്ന് പറയാം എന്നല്ലാതെ കേരളീയമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, സംഘടനാപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ജാതി മുതലായ പ്രശ്നങ്ങളുടെ നമുക്കിവിടെ അവാന്തര വിഭാഗങ്ങൾ പോലും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വാസ്തവത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അദ്ദേഹം ഈ 2006 മറ്റുമാണെന്ന് തോന്നുന്നു ആദ്യത്തെ അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ സമയത്ത്, നാമനിർദ്ദേശ പത്രിക ഒപ്പിടാൻ സമയത്താണ് അദ്ദേഹം തന്റെ കാസ്റ്റ് എന്താണെന്ന് മനസ്സിലാവാത്ത ഉടനെ അമ്മയെ വിളിച്ച് നമ്മൾ ഏതാണ് കാസ്റ്റ് എന്ന് ചോദിച്ചു എന്നാണ് ഒരു കഥ. അപ്പൊ അത് ശരിയാണ്. കാരണം കേരളത്തിന് പുറത്ത് വളർന്ന ഒരാളായതുകൊണ്ട് ഈ കേരളീയമായിട്ടുള്ള ജാതി വ്യത്യാസങ്ങളും മറ്റും നിറഞ്ഞ ഒരു അന്തരീക്ഷമോ സാംസ്കാരിക അന്തരീക്ഷമോ സാമൂഹിക അന്തരീക്ഷത്തിലൊന്നും അതിനർത്ഥം അദ്ദേഹം അതിലൊക്കെ പിന്നെ പരാജയപ്പെടുന്നൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അപരിചിതത്വം, ഈ കേരളീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും ആ അപരിചിതത്വം വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു പക്ഷെ ഒരു പരിധിവരെ അത് ശക്തിയാവുമെങ്കിൽ പുറത്ത് അതൊരു വലിയ പരിധിവരെ അദ്ദേഹത്തിന് ദൗർബല്യവും വെല്ലുവിളിയുമായി തീരും എന്നതിനെപ്പറ്റി സംശയമേ ഇല്ല. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ കോർപ്പറേറ്റ് ലീഡർഷിപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് ലീഡറായി തന്നെയാണ്. അദ്ദേഹം ഫിനാൻസ് ക്യാപിറ്റൽ, അതിൽ ആ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും അത് വലിയ തോതിൽ വിജയിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. നമുക്ക് തുടക്കം മുതൽ പറയുകയാണെങ്കിൽ BPL മുതൽ പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ആളാണ്. അപ്പോൾ ഈ രണ്ടും വളരെ പ്രധാനമാണ് BJP രാഷ്ട്രീയത്തെ സംബന്ധിച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹരിയാന, ഡൽഹി, അങ്ങനെയുള്ള മഹാരാഷ്ട്ര റീസെൻ്റ് ആയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അനാലിസിസിലൊക്കെ പലരും പറഞ്ഞൊരു കാര്യം, അവിടെ പാർട്ടി സംവിധാനം വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിവിധ ഏജൻസികളാണ്, പാർട്ടി ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന വിവിധ ഏജൻസികളാണ് വർക്ക് ചെയ്തത്. അവരാണ് ഡാറ്റ എടുക്കുന്നത്, അവരാണ് സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത്. ഈ രീതിയിലാണ് അവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നത് BJP എന്ന് കേൾക്കുന്നുണ്ട്. അവർ നിർദ്ദേശിക്കുന്ന ആളുകളാണ് പലപ്പോഴും സ്ഥാനാർത്ഥികൾ പോലും ആയിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് സമാനമായ ഒരു കൾച്ചറിലേക്ക് കേരള ഘടകത്തെ കൂടെ മാറ്റുക എന്നുള്ളത് കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യമായിരിക്കാം. തീർച്ചയായും ഒരു പരിധിവരെ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. പണവും സാങ്കേതിക വിദ്യയും വിപണിയും, അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളം ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ തീരെ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ മറ്റു നേരത്തെ പറഞ്ഞ പോലെ ഈവൻ തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഉള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിൽ പിന്നെ മറിയുന്ന പണത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. നമ്മുടെ ഒരു ചുരുങ്ങിയ കാഴ്ചപ്പാടിൽ ഇതൊക്കെ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരുപാട് വ്യത്യാസപ്പെട്ടെങ്കിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവാനുള്ളൂ. അപ്പോ ഈ വലിയ പണം, ഈ ബിഗ് മണി എന്ന് പറയുന്നത്, ബിഗ് ടെക്നോളജി, ബിഗ് മാർക്കറ്റ്, ഇങ്ങനെയുള്ള വലിയ വലിയ ഘടകങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെയും മറ്റും ബാധിക്കുന്ന വലിയ ഘടകങ്ങൾ, അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു എമ്പുരാൻ പ്രതിഭാസം ആയിട്ട് വാസ്തവത്തിൽ ചിലപ്പോ രാജചന്ദ്രശേഖരന്റെ വരവ് പിന്നെ സൂചിപ്പിക്കാനുള്ള ഒരു മട്ടൊക്കെ ഉണ്ട്. അതായിരിക്കും. കാരണം കേരളം ഏതാണ്ട് ആ വഴിയിലാണ്. പിന്നെ മറ്റൊരു ഘടകം ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് കണ്ട പോലെ ഈ കേരളത്തിലും നമ്മൾ മുമ്പ് ശശി തരൂരിന്റെ കാര്യം ചർച്ച ചെയ്തതുപോലെ കേരളത്തിൽ ഈ എന്താ പറയാ പോസ്റ്റ് പൊളിറ്റിക്സിന്റെ കാലമാണ്. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും എല്ലാം അതിന്റെയൊക്കെ ഒരു വശ്യത ഏതാണ്ട് കുറഞ്ഞു വരുന്ന കാലത്താണ്. ജനങ്ങൾ കൂടുതലും ടെക്നോക്രാറ്റുകളെയും എന്താ പറയാ പ്രോബ്ലം സോൾവേഴ്സിനെയും ഒക്കെ തേടുന്ന ഒരു കാലമാണ്, ഒരു അരാഷ്ട്രീയ കാലമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ കഴിവുണ്ട് എന്നുള്ള ഒരു പ്രതിച്ഛായയുണ്ട് അദ്ദേഹത്തിന്റെ. ഈ ചെറുത്തുകാരനാവുന്നതിന് മുമ്പ് അറിയാവുന്ന പോലെ അദ്ദേഹം വലിയൊരു ടെക്നോക്രാറ്റാണ് അപ്പൊ ഇതെല്ലാം ഈ ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് കേരളത്തിൽ. രാഷ്ട്രീയത്തിനപ്പുറത്ത്, പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറത്ത് ഒരു വ്യക്തികളെയും നേതാക്കന്മാരെയും കൂടുതൽ അവരുടെ പിന്നാലെ പോകുന്ന ഒരു പുതിയ മണ്ഡലം, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യുവൻസി അപ്പീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ചെയ്തത്. ശശി തരൂർ അപ്പീൽ ചെയ്ത് ആ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു.
ആദ്യമായിട്ടാണ് ശശി തരൂരിന് ആ രംഗത്ത് ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയത്. അപ്പൊ കേരളത്തിന്റെ ഈ കൺസ്യൂമർ കൾച്ചറിന്റെയും ഈ പുതിയ ന്യൂ ലിബറൽ കാലഘട്ടത്തിലും ഒക്കെ വളർന്നു വരുന്ന സംസ്കാരത്തെയും വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പക്ഷപാതങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ ഒരു പരിധി വരെയെങ്കിലും മറ്റാർക്കും കഴിയുന്നതിനെക്കാട്ടിലും ഈ പറഞ്ഞ ഒരു നഗര അങ്ങേയറ്റം ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷും ഒക്കെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വളരെ അർബൻ ആണെന്ന് കരുതുന്ന ഇങ്ങനെ ഒരു വ്യക്തി ഒരുപക്ഷെ BJPക്ക് പോലും ആദ്യമായിട്ടാണ് വരുന്നത്. ആ ഒരു ഒരേ സമയത്ത് ഇതെല്ലാം അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ ഈ പുതിയ കാലത്ത് BJPക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു ഒന്നാന്തരം ഒരു ചതുരംഗ കരു ആയിട്ട് വാസ്തവത്തിൽ ദശത്തെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇന്നിപ്പോൾ അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം നടത്തിയൊരു പ്രസംഗം ഒഴുക്കുള്ള മലയാളത്തിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ കേരള വികസനത്തിനെ കുറിച്ചാണ്, യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടതിനെ കുറിച്ചാണ്. അങ്ങനെ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉടനീളം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടം വരെ അദ്ദേഹം പരാമർശിക്കുന്നത്. അവസാന ഘട്ടത്തിൽ മാത്രമാണ്, ഞാൻ കേട്ടതിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം പറയുന്നത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം BJPയെ NDA അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്, അത് പൂർത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം ഒരുപക്ഷെ പ്രവർത്തകരിൽ അദ്ദേഹത്തിനുള്ളൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും പ്രവർത്തകരിലൊരു ആവേശം ജനിപ്പിക്കാനും ഒക്കെ ഇനീഷ്യലി പറയുന്നതായിരിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം ഊന്നിയത് മുഴുവൻ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലൊരു പുതിയ എമർജ് ചെയ്ത് വരുന്ന ഒരു കമ്മ്യൂണിറ്റി, അത് ജാതി മതം എന്നുള്ള ബേസിസിലല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സൂചിപ്പിച്ച വിധത്തിലുള്ള പുതിയൊരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് ഒരു കൃത്യമായ പ്ലാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു, ഒരു ബിസിനസ് പ്ലാൻ. തീർച്ചയായിട്ടും അത് തന്നെയാണ്, ആ ബിസിനസ് പ്ലാൻ തന്നെയാണ് വാസ്തവത്തിൽ കേരളത്തില് ഇനിയിപ്പോ കേരളത്തിന്റെ ഭാവി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി തീരാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ഈ അത് പക്ഷെ അതൊരു ഒരു സോൺ ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഇവിടെ കേരളത്തിലെ ഈ BJPയുടെ നിലനിൽപ്പിൽ ജാതിയും മതത്തിനെയും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാത്ത രീതിയിൽ, കാരണം ഇവിടെ ജാതീയതയും മതപരമായിട്ടുള്ള രാഷ്ട്രീയവും ഒക്കെ വളരെ ശക്തമായ അവരുടെ അസറ്റുകളാണ്. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കാനൊന്നും കഴിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ അവഗണിക്കുന്ന ആളുമല്ല. കാരണം അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് യാതൊരു മറയുമില്ലാതെ അദ്ദേഹം ഹിന്ദുത്വ രാഷ്ട്രീയം പ്രഖ്യാപിക്കുന്ന ആളാണ്. പക്ഷെ കൂടുതലും ഈ ഊന്നൽ കൊടുക്കുന്നത് ഒരു പക്ഷേ കേരളത്തിന്റെ ഈ വികസനത്തിലും കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തൊഴിലില്ലായ്മ പോലത്തെ പ്രശ്നങ്ങൾ, വ്യാവസായിക മാന്ദ്യം, കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥ, ഇതൊക്കെ പരിഹരിച്ച് കേരളത്തിന്റെ ഒരു പുതിയ സാധ്യതയിലേക്ക് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു റോഡ് മാപ്പ് ആണ് അദ്ദേഹം കേരളത്തിന് മുന്നിൽ വെക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്ന തരത്തിൽ ജാതിമത വിഭാഗങ്ങൾക്ക് അപ്പുറത്ത്, അപ്പോ സ്വാഭാവികമായിട്ടും ഹിന്ദു വിഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു BJP പക്ഷപാതം, അത് ക്രിസ്തീയ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആനുകൂല്യം ഇതെല്ലാം വാസ്തവത്തിൽ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഈ വ്യക്തിപരമായിട്ടുള്ള ഈ പ്രതിച്ഛായയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ ഈ ഡെവലപ്മെന്റ് അജണ്ടയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒരു പരിധിവരെ സഹായിക്കും. അത് മറ്റാർക്ക് കഴിയുന്നതിനെക്കാട്ടും, ഞാൻ പറഞ്ഞു മറ്റാർക്ക്, നമ്മുടെ BJPയിലെ, പ്രത്യേകിച്ച് BJPയുടെ കാര്യമാണ് പറഞ്ഞത്, BJPയിലെ മറ്റാർക്കെങ്കിലും കഴിയുന്നതിനപ്പുറത്ത് ഒരു പക്ഷേ മറ്റൊരു നേതാവിനും ഇങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇതെല്ലാം കുറെയൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്തതാണ്. പിന്നെ അദ്ദേഹം പ്രൊഫഷണൽ കാര്യങ്ങൾ സമർത്ഥനായ ഒരാളാണ്. ഞാൻ എന്റെ 7 വർഷത്തെ ഏഷ്യനെറ്റിന്റെ ന്യൂസിലെ പ്രവർത്തനത്തിനിടയ്ക്ക് തന്നെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു മുതലാളി എന്നോ രീതിയിലോ ഒരു BJP നേതാവെന്നോ രീതിയിലോ ഒരു തവണ പോലും അദ്ദേഹം സ്വാധീനിക്കാനോ അദ്ദേഹം അതിനകത്ത് കടന്നു കയറാനോ ഇടകോലിടാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ പോകുന്നുള്ളതിനെ എനിക്ക് തുറന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഒരുപക്ഷെ മന്ത്രിയാവാൻ പോയ ആ സമയത്ത് മാത്രം എന്റെ തലയ്ക്ക് മുകളിൽ എന്നെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നിയമിച്ച, അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കമ്പൽഷൻ ആയിരിക്കാം. ഇതൊഴിച്ചാൽ മറ്റൊരു കാലത്തും ഒരു സംഭവം പോലും അങ്ങനെ പറയാനില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ഒരു നന്മയെന്നല്ല ഞാൻ പറയുന്നത്. അത് മാത്രമായിട്ടല്ല, അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോ വാസ്തവത്തിൽ ഈ ഇന്നത്തെ BJP രാഷ്ട്രീയം കേരളത്തിന് പുറത്ത് പലയിടത്തും നമുക്ക് കാണാം ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അപ്പീൽ ചെയ്യുന്നവരാണ്. ഒരു മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ അർബൻ മിഡിൽ ക്ലാസ്, ഒരു അർബൻ വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ആകർഷിക്കുന്ന ഒരുപക്ഷെ മറ്റേതൊരു പാർട്ടിയെക്കാട്ടിലും കൂടുതൽ ഇന്ന് അതിന് പുറമെ അതിന്റെ അടിയിൽ ഏറ്റവും ഇന്ധനമായിട്ട് ഒരുപക്ഷെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും, പലയിടത്തും പ്രത്യക്ഷമാണ്, അല്ലെങ്കിലും ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭൂരിപക്ഷ മതാധിപത്യം, ഇതെല്ലാം കൂടി ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. ഒരുപക്ഷെ വിമർശകർക്ക് അതൊരു ടോക്സിക് കോമ്പിനേഷൻ ആണെന്ന് പറയാം.
അല്ലെങ്കിൽ അതൊരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ഒരുപക്ഷെ കേരളത്തിൽ പരീക്ഷിക്കാൻ ഏറ്റവും പറ്റിയ ആളാണ് ഇദ്ദേഹം. അപ്പൊ അതിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ടെങ്കിലും അദ്ദേഹം ഒരു പ്രഖ്യാപിത മുസ്ലിം വിരുദ്ധനോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ BJP മറ്റുള്ളിടത്തും എന്ന പോലെ ഒരു വലിയ മുസ്ലിം വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഒരുപക്ഷെ അതിനെയൊക്കെ കുറച്ച് ടോൺ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെന്റ്, കേരളത്തിന്റെ ഫ്യൂച്ചർ, കേരളത്തിന്റെ നാളെ എന്നൊക്കെ പറഞ്ഞു ഉള്ള ഒരു ശ്രമം ഇവർ നടത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഇദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും കഴിഞ്ഞാൽ ഒരുപക്ഷെ അതായിരിക്കും BJP മുന്നിൽ കാണുന്ന ഒരു അജണ്ട എന്നാണ്. റൈറ്റ്. ഇത് ഈ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത വന്നതിന്റെ തൊട്ട് പുറകെ തന്നെ ഇത് LDFനെ സഹായിക്കാൻ പിണറായി വിജയന് 3ാം ടേം നൽകാൻ വേണ്ടിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാണ് ഈ നിയമനം എന്നുള്ള ആക്ഷേപമായിട്ട് കോൺഗ്രസ് നേതാക്കൾ വരുന്നത് കണ്ടു. പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ KPC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പുറത്ത് ഇത് UDFനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് വിശകലനം ചെയ്യുന്ന ആളുകളുണ്ട്. ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളെ സംബന്ധിച്ചും ഈ നിയമനം അത് ഏത് വിധത്തിലായിരിക്കും അവരെ ബാധിക്കാൻ ഇടയുള്ളത്? ഇത് ഒരു പരിധി വരെ രണ്ട് പാർട്ടികളെയും ബാധിക്കാൻ ഇടയുണ്ടെന്നുള്ള സംശയമില്ല. കാരണം UDFന് ഇന്ന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കാര്യപ്രാപ്തിയുള്ള അല്ലെങ്കിൽ പുതിയൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ടോ, ഒരു നേതൃത്വമുണ്ടോ, ഒരു പരിപാടിയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുമ്പ് UDFും കോൺഗ്രസും ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഈ പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ ധാരകൾ മാത്രം കുടുങ്ങിക്കിടക്കുന്നവരാണ്. ഇതിപ്പോ ഒന്നുകിൽ നെഗറ്റീവ്, ഈ LDFനെതിരായിട്ടുള്ള നിഷേധ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിച്ചു കയറാം എന്ന് ധരിക്കുന്ന UDF, അങ്ങനെയുള്ള BJPക്കൊക്കെ ഫലം മാറിയിരിക്കുന്നു. കാരണം ഇതിനപ്പുറത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആവശ്യമുണ്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവുണ്ട്. അത് അവരുടെ ഗുണഗണങ്ങളെ പറ്റി അല്ലെങ്കിൽ ഒരു വിധിർണയമേ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സാധ്യതകൾ ഈ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അവിടെ ഒന്നും വാസ്തവത്തിൽ UDFന് ഒരു പറ്റിയ ഒരു മുഖം മുന്നോട്ട് വയ്ക്കാൻ, കാരണം ഇന്ന് പരമ്പരാഗതമല്ലാതെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഇല്ല എന്നുള്ളത് വാസ്തവത്തിൽ LDFനെ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ പോലെയുള്ള ഒരു ശക്തനായ നേതാവും അദ്ദേഹത്തിന്റെ നേതൃത്വ രീതികളെ പറ്റിയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അദ്ദേഹം ശക്തനാണ്, അദ്ദേഹത്തിന് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അദ്ദേഹത്തിന് സംസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ധാരണയുണ്ട്. അതിനോടൊപ്പം നമുക്ക് ആ നയങ്ങളോട് വളരെ ശക്തമായ വിമർശനമുണ്ടെങ്കിൽ ഒരു നയം, കേരളത്തിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകുന്ന ഒരാൾ. അപ്പൊ ഇങ്ങനെ അതാണ് വാസ്തവത്തിൽ ഒരുപക്ഷെ 2021 LDFന് UDFന് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടെന്നുള്ള ധാരണയ്ക്ക് അപ്പുറത്ത് കോവിഡ് കാലമായോ അതിനുശേഷമായോ ഒരു പ്ലാനുള്ള ഗവൺമെന്റ്, ഒരു നേതാവുള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിൽ അവരെ അനുകൂല ഘടകമാക്കിയത്. അപ്പൊ അവിടെ UDFന് അതൊരു വലിയ പോരായ്മയാണ്. അത് ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി അത് കൂടുതലും വലിയ പോരായ്മയാണ്. LDFനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ LDFന് ഇങ്ങനെ ഒരു നേതാവും ഒരു പ്ലാനും ഉണ്ട് എന്നുള്ളതായിരുന്നു UDFനെക്കാട്ടിലും BJPയെക്കാട്ടിലും മുന്നിൽ നിർത്താൻ കഴിഞ്ഞത്. അവിടെ ഈ LDFന് അത് ഉണ്ടെങ്കിൽ, LDFന് അങ്ങനത്തെ പ്ലാനും നേതാവും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തങ്ങൾക്ക് ഇങ്ങനെ ഒരു നേതാവും അതിനുള്ള ഒരു പ്ലാനും അതിന് എന്താ പറയാ അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തി ബിസിനസ്സിലും മറ്റിടത്തും ഒക്കെ തെളിയിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ഈ നേരത്തെ പറഞ്ഞ ആ കോൺസ്റ്റിറ്റ്യുവൻസി അഡ്രസ് ചെയ്യാൻ പറ്റിയ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ BJP മുന്നോട്ട് വെക്കുന്ന ഈ കരുവിനും LDFന് മുമ്പിൽ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞു. അപ്പൊ രണ്ടു പക്ഷത്തിനും അതൊരു ഭീഷണിയാണ്. ഒരു പക്ഷെ കൂടുതലാവുക UDFനാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ LDFുമായിട്ടോ CPMുമായിട്ടോ ധാരണയുണ്ട് എന്ന് പറയുന്നത് യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു LDFുമായിട്ടോ CPMുമായിട്ടോ ധാരണയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ധാരണ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമോ മൂല്യബോധമോ എന്ത് പറയുന്ന ഒരു രാഷ്ട്രീയ സാമർഥ്യമോ ഉള്ള ആളാണ് രാജീവ് ചേർന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. റൈറ്റ്. വളരെ നന്ദി CMG രാധാകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന സംഘടനാ പ്രവർത്തനത്തിൽ തീർത്തും പുതുമുഖം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ആൾ എങ്ങനെയായിരിക്കും BJPയുടെ സംസ്ഥാന ഘടകത്തെ നയിക്കാൻ പോകുന്നത്, അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്ന വഴി കേരള പ്ലാൻ എങ്ങനെയാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള വികസനം എന്ന മുഖംമൂടിയുടെ പിറകിൽ തീവ്ര ഹിന്ദുത്വ ഒളിപ്പിച്ചു വയ്ക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമോ എന്നതും കാത്തിരുന്ന് കാണാം. ഇൻസൈഡിൻ്റെ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.